വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന പുതിയ തുടക്കമായി മുസ്ലിം ലീഗിന്റെ സ്നേഹഭവനങ്ങളിലേക്ക് ഇന്നു മുതൽ ഗുണഭോക്താക്കൾ എത്തിത്തുടങ്ങി. മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകളിലേക്ക് ഏപ്രിൽ 25 മുതൽ 30 വരെ ഗുണഭോക്താക്കൾ ഘട്ടം ഘട്ടമായി എത്തി താമസം ആരംഭിക്കും. വീട് നഷ്ടപ്പെട്ടവർക്കായി മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ കണ്ടെത്തിയ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഈ ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഒരു വലിയ വാക്ക് നിറവേറ്റപ്പെടുകയാണ്. അതിന്റെ പൂർണ്ണമായ ഫലം ഗുണഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ള കാഴ്ചയാണ്, സന്തോഷമുള്ള കാഴ്ചയാണ്. അത് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അവർക്കായി മുസ്ലിം ലീഗ് വിഭാവനം ചെയ്ത ഭവന പദ്ധതി സ്നേഹഭവനങ്ങളിൽ 51 വീടുകളുടെ സമർപ്പണം. ആ വീടുകളിലേക്ക് ഇന്ന് മുതൽ തന്നെ ആളുകൾ കയറിക്കൂടി തുടങ്ങിയിരിക്കുന്നു. 2 വീടുകളിൽ ഇപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. 105 വീടുകളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള വെള്ളിത്തോട് തൃക്കൈപ്പറ്റയിൽ 11.5 ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് പണം കൊടുത്തു വാങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അതിൻ്റെ തറക്കല്ലിടലുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ നിർമ്മാണ പ്രവൃത്തികളൊക്കെ താക്കോൽ കൈമാറ്റമൊക്കെ നടന്നത്. അതിനുശേഷം പണി ശരവേഗത്തിൽ നീങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി അണിയിച്ചൊരുക്കിയ വീട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ ഇത് റിസോർട്ടിന് സമാനമാണ്, റിസോർട്ട് പോലെ ഉണ്ട് എന്നൊക്കെ പല ആളുകളും പറഞ്ഞു എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതായത് 3 റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അതിൽ 2 റൂം അറ്റാച്ച്ഡ് ആണ്. ഒപ്പം 1060 സ്ക്വയർ ഫീറ്റിൽ 8 സെന്റിലാണ് ഇവിടെ വീട് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിനകത്തേക്കൊക്കെ കയറിയാൽ അവിടെയുള്ള കൂടുതൽ സൗകര്യങ്ങൾ മനസ്സിലാവും. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 3 റൂമുകൾ, അതിൽ 2 റൂം അറ്റാച്ച്ഡ് ആണ്. ഒപ്പം അടുക്കളയും അതോടൊപ്പം കൂടുതൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ എതിർഭാഗത്തെ വീടുകളിലൊക്കെ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ അതായത് മുസ്ലിം ലീഗിൻ്റെ ഈ ചുമതലയുള്ള ഉപസമിതി പറഞ്ഞത് ഇവിടെയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വകാര്യതയെ മാനിക്കണം. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം മറ്റ് ആളുകൾക്കും ഈ മേഖലയിലേക്കുള്ള പ്രവേശനത്തിന് നിരോധനമുണ്ട്. ഏതായാലും വീട് ഭൂരിഭാഗം പണി തീർന്നു കഴിഞ്ഞു. ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആളുകൾ ഉള്ളത്. ഈ മേപ്പാടിയിൽ നിന്ന്, അതായത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള വീടുകളുടെ നിർമ്മാണം വേണം എന്നുള്ളൊരു നിർബന്ധത്തെ തുടർന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള വെള്ളിത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് 11.5 ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് കണ്ടെത്തിയത്. അതിൽ 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. ആ വീടുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൈമാറിയിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയാൽ കാണാം. അകത്തൊക്കെ ഈ ഹാളിലുള്ള ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ മറ്റ് ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗ് നൽകിയതാണ്. ഈ ഹാളിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, എതിർഭാഗത്തായി പൂജാ റൂമുണ്ട്, അതുപോലെ തന്നെ സോഫ സെറ്റി, മറ്റ് ഗൃഹോപകരണങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു TV വെക്കാനുള്ളൊരു സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കയറിയാൽ അടുക്കളയിൽ കബോർഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു. അതോടൊപ്പം ബെഡ്റൂമുകളിലൊക്കെ തന്നെ കട്ടിലും ബെഡും അടക്കം മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഈ ഹാളിലുള്ള ലൈറ്റുണ്ട്, അതുപോലെ തന്നെ അതായത് ഈ കാണുന്ന വാഷ് ബേസിൻ, അത്തരത്തിൽ എല്ലാ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ വീടിൻ്റെ ഗുണഭോക്താവായിട്ടുള്ള ചേച്ചി രേഷ്മ ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് വീടൊക്കെ? അതായത് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇത്ര വേഗം പൂർത്തിയാക്കിയല്ലോ, എന്താ പറയാനുള്ളത്? സന്തോഷം. ഇത്ര പെട്ടെന്നാകുമെന്ന് വിചാരിച്ചിരുന്നാലും പരമാവധി വേഗം നമുക്കായി 2 കൊല്ലം ആകുന്നല്ലേ ഉള്ളൂ. പെട്ടെന്നായി. പാല് കാച്ചിയോ? ഇല്ല, നമ്മൾ 27-ാം തീയതി. ഗണപതി ഹോമം അതിനു മുമ്പുണ്ടോ? ഗണപതി ഹോമമുണ്ട് 27-ാം തീയതി. അതായത് നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നമ്മളോട് പറയുകയായിരുന്നു, നാളെ രാവിലെയോടുകൂടി ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെയൊക്കെ വീട്ടിലൊക്കെ ഗണപതി ഹോമം, അതോടൊപ്പം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ രാവിലെ സുബഹി നിസ്കാരം, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ചേച്ചി നേരത്തെ വീട് ചേച്ചി ചൂരൽമലയാണോ? ചൂരൽമല സ്കൂൾ റോഡ്. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറി താമസിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങളെല്ലാവരും. പെട്ടെന്ന് നമ്മളൊരു വാടക വീട്ടിലല്ലേ നമ്മൾ 2 കൊല്ലം നിന്നത്. പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് മാറാനുള്ളൊരു സന്തോഷം. നമ്മൾ അതിൻ്റെ പണികളും ആയിട്ട് നടക്കും. ഈ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ, ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ അലമാര, ഗ്രൈൻഡർ, മിക്സിയൊക്കെ കിട്ടിയോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാളെ കൊണ്ടുവരാം. തൃക്കൈപ്പറ്റയിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹഭവനത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടട്ടെ.